കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. ഹലോ എവരിവൺ, ഞങ്ങളുടെ പുതിയ റേഡിയോ പ്രിയോറിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഠനത്തിൻ്റെ തിരക്കുകൾക്കിടയിലും സബ് ജില്ലാ കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾക്കിടയിലും ഞങ്ങളെത്തുന്നു. കഥകളും പാട്ടുകളും കളികളും ചിരിയുമായി 5Cയിലെ മിടുക്കന്മാരും മിടുക്കികളും സ്വന്തം ഹിമി ടീച്ചറുടെ ഒപ്പം ഞാൻ ഒലീവിയ ടോജൻ. വി ആർ സൈനിങ് ഇൻ. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരുടെയും ജീവിതം ചെറുതാണ്. അതിനെ വലുതാക്കുന്നതും മനോഹരമാക്കുന്നതും നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ചിന്തകൾ എപ്പോഴും പുതുമയുള്ളതും നന്മയുള്ളതുമായിരിക്കണം. ചിന്തിച്ചാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കുവാനും കഴിയണം. നമ്മുടെ ചിന്തകൾ പോസിറ്റീവാണെങ്കിൽ വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ നമ്മുടെ മനസ്സിനെ മാറ്റാൻ കഴിയില്ല. നമ്മുടെ ചിന്തയുടെ പരിണിത ഫലമാണ് നാം. മനസ്സാണ് എല്ലാം. നാം എന്തു വിചാരിക്കുന്നുവോ അതായിത്തീരുന്നു. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റാം. അവിടെയാണ് നമ്മുടെ വിജയം. നിങ്ങളെക്കൊണ്ട് കഴിയും എന്ന് ചിന്തിച്ചാലും കഴിയില്ല എന്ന് ചിന്തിച്ചാലും രണ്ടും ശരിയാണ്. കാരണം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ ആയിത്തീരുന്നത്. ഇന്ന് നവംബർ 9 ഞായറാഴ്ച. മനോഹരമായ ചിന്തകളും പ്രവൃത്തികളുമായി ഇന്നത്തെ ദിനം സന്തോഷഭരിതമാകട്ടെ. റേഡിയോ പ്രിയോറിനൊപ്പം 5Cയിലെ കൂട്ടുകാരും ഹെമി ടീച്ചറും. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. ആമോസും ചേട്ടന്മാരും ചേർന്ന് അവതരിപ്പിക്കുന്ന റേഡിയോ നാടകം ആപത്തുകാലത്ത് കൂടെയില്ലാത്തവൻ ചങ്ങാതിയല്ല. കേൾക്കാം, ആസ്വദിക്കാം. ആമോസും ചേട്ടന്മാരും അവതരിപ്പിക്കുന്നു ആപത്ത് കാലത്ത് കൂടെയില്ലാത്തവൻ ചങ്ങാതിയല്ല. സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ ഈ കാട്ടിലൂടെ പോവുകയാണോ? വന്യജീവികളുള്ള കാടാണ്. ഒരു ഭയങ്കരനായ കരടി ഈ കാട്ടിലുണ്ട്. അവൻ്റെ കയ്യിൽ അകപ്പെടാതെ നോക്കണേ. അല്ല, മരമറ്റാരൻ പറഞ്ഞത് കേട്ടില്ലേ? ആ കരടിയങ്ങാനും നമ്മളെ പിടിച്ചാലോ? നമുക്ക് തിരികെ പോകാം. മാധേവാ, ഈ കാട്ടിൽ കരടിയൊന്നുമില്ല. ഇനി കരടി വന്നാൽ തന്നെ അതിനെ ഓടിക്കാനുള്ള വിധി എൻ്റെ കയ്യിലുണ്ട്. നീ പേടിക്കാതെ. നടന്നു തളർന്നു. മാധേവാ, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. എനിക്കും ദാഹമുണ്ട്. സത്യത്തിൽ ചങ്ങാതി, എനിക്ക് പേടിയാവുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഈ വൈകിയ സമയത്ത് കാട്ടിലൂടെയുള്ള ഈ യാത്ര വേണ്ടെന്ന്. നീ പേടിക്കേണ്ട, ഞാനില്ലേ കൂടെ. ഉള്ളത് എനിക്കൊരു ആശ്വാസം. നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ. അല്ല, അതാ ഒരു അരുവി. കാട് പെറ്റമ്മയാ, ആഗ്രഹിക്കുന്നത് തരും. അതെ അതെ, എത്ര നല്ല തണുത്ത വെള്ളം അല്ലേ? അതെ, ഇത്ര നല്ല തെളിനീര് കാടല്ലാതെ മറ്റാര് തരാനാ? എന്താ അത്? ഏതോ ജീവിയുടെ ശബ്ദമാണല്ലോ. വാ നോക്കാം. അയ്യോ കരടി, അയ്യോ കരടി. മല്ല മല്ല. അയ്യോ, മല്ലനെ കാണുന്നില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യും?
നീ രക്ഷപ്പെട്ടു അല്ലേ? എന്നെ കൂടി രക്ഷിക്കടാ. എനിക്ക് മരം കയറാൻ അറിയില്ലടാ. എന്നെ കൂടി രക്ഷിക്കടാ. അയ്യോ, കരടി അങ്ങ് എത്താറായി. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ. കരടി ശവം ഇല്ല, കരടി ശവം തിന്നില്ലെന്ന് കേട്ടിട്ടുണ്ട്. ഇനി അതേ ഉള്ളു വഴി. ചത്തതുപോലെ ശ്വാസം പിടിച്ചു കിടക്കാം. മാദേവ, എഴുന്നേൽക്കടാ. കരടി പോയി. അത് തന്നെ ഒന്നും ചെയ്തില്ലല്ലോ. അത്ഭുതം തന്നെ. കരടി നിന്റെ അടുത്ത് വന്നിട്ട് ചെവിയിൽ എന്തോ പറഞ്ഞിട്ടാണല്ലോ പോയത്. എന്താടാ പറഞ്ഞത്? ഓ, നീ അങ്ങനെ കരുതിയിരിക്കുകയാണല്ലേ. ശ്വാസം പിടിച്ചു കിടക്കുന്നത് കൊണ്ട് ശവമാണെന്ന് കരുതി കരടി പോയതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അല്ലേ? എന്താടാ കരടി പറഞ്ഞത്? അതോ, ആപത്തിൽ ഉപകരിക്കാത്തവനെ കൂടെ കൂട്ടരുതെന്ന്. അവൻ ചങ്ങാതിയല്ല എന്നാണ്. മനോഹരമായ ഒരു മാപ്പിളപ്പാട്ടുമായി എത്തുന്നു അമ്മാനുൽ മാലിക്. മന്ദാര മധുവഴകിൽ മീലാത് വരുന്നുണ്ട്, മുത്താറ്റൽ നബി അവരിൽ മൗലീദിൻ നിശലുണ്ട്. മന്ദാര മധുവഴകിൽ മീലാത് വരുന്നുണ്ട്, മുത്താറ്റൽ നബി അവരിൽ മൗലീദിൻ നിശലുണ്ട്. ഏഴാകാശച്ചെരുവിൽ അറബി പൊന്നറയിൽ തിരുനബി വരവിൻ്റെ കിസയുണ്ട്. ഏഴാകാശച്ചെരുവിൽ അറബി പൊന്നറയിൽ തിരുനബി വരവിൻ്റെ കിസയുണ്ട്. മന്ദാര മധുവഴകിൽ മീലാത് വരുന്നുണ്ട്, മുത്താറ്റൽ നബി അവരിൽ മൗലീദിൻ നിശലുണ്ട്. പൂന്തേനോ പൂങ്കാറ്റോ സ്നേഹത്തിൻ സുൽത്താനോ മാണിക്യ കല്ലിൻ്റെ ചേലോ ത്വാഹ മറുഭൂവിൽ മലരിട്ട പൂവോ. പൂന്തേനോ പൂങ്കാറ്റോ സ്നേഹത്തിൻ സുൽത്താനോ മാണിക്യ കല്ലിൻ്റെ ചേലോ ത്വാഹ മരുഭൂവിൽ മലരിട്ട പൂവോ. ആലങ്ങൾ വാഴ്ത്തുന്ന ആരും പൂകർത്തുന്നു മക്കത്തിറങ്ങി നിലാവ്. മന്ദാര മധുവഴകിൽ മീലാത് വരുന്നുണ്ട്, മുത്താറ്റൽ നബി അവരിൽ മൗലീദിൻ നിശലുണ്ട്. മന്ദാര മധുവഴകിൽ മീലാത് വരുന്നുണ്ട്, മുത്താറ്റൽ നബി അവരിൽ മൗലീദിൻ നിശലുണ്ട്. You are listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. കാതുകൾക്ക് ഇമ്പമേകുന്ന ഒരു നല്ല പാട്ടുമായി എവ്ലിൻ എത്തുന്നു. ഹായ്, ഐ എം എവലിൻ ട്രിസാറോബൻ. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാം തുമ്പി പോരാമോ,
എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം വെള്ളാങ്കല്ലിൽ ചില്ലും കൂടുന്നുണ്ടാക്കാം ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും എന്തേ പോരാത്തു വാവേ വാവാച്ചി കുന്നിക്കുരു കുത്തി നുള്ളിപ്പറിച്ചിട്ടു പിന്നിക്കൊടുത്തൊരു മാല തീർക്കാം തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കലാമാലെ കൊണ്ടുതരാം ചിങ്കിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പായസത്തിൻ്റെ റെസിപ്പി നമ്മളുമായി പങ്കുവയ്ക്കാൻ രാഷ്മി എത്തുന്നു. ഹലോ കൂട്ടുകാരി, ഞാൻ ആഷ്മി എന്നറിവു. നമുക്കിന്നൊരു സേമിയ പായസം ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു വെക്കുക. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ കാഷ്യൂനട്ടും മുന്തിരിയും ഇട്ട് കൊടുക്കുക. അതൊരു ഗോൾഡൻ കളറാവുന്നവരെ നന്നായി ഇളക്കുക. ഗോൾഡൻ കളറായ ശേഷം അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. നേർപകുതി തന്നെ വെള്ളവും ഒഴിക്കുക. അതിലേക്ക് ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അടികരിയാതെ നോക്കണേ നിങ്ങൾ. അപ്പോഴേക്കും നമ്മുടെ സേമിയ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. ഒരു പാത്രത്തിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് സേമിയ നന്നായി വറക്കണം. അതും ഒരു ഗോൾഡൻ കളറാവുന്നവരെ. ഗോൾഡൻ കളറായ ശേഷം നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കണേ. അതൊരു ചെറുതായി ഉടയുന്ന സമയത്ത് തീ കുറച്ചിടുക. അതിലേക്ക് ഇത്തിരി നമ്മൾ ഉണ്ടാക്കി വെച്ച കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇത്തിരി ഏലക്ക പൊടിച്ചതും കൂടി ഇടുക. നമ്മുടെ സ്വാദിഷ്ടമായ പായസം റെഡി. നന്ദി. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് എല്ലാ വാദ്യങ്ങളുടെയും രാജാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന തബലയുടെ ഒരു പ്രത്യേക പ്രസന്റേഷനാണ്. അത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയ കൂട്ടുകാരൻ ഡാൻ MS ആണ്.
ജുപ്പിറ്റർ മഴ നനയാം എന്ന മനോഹര ഗാനവുമായി നിരഞ്ജനയും ആഷ്മിയും. ചന്ദ്രനെ നോക്കിയിരിക്കും ചൊവ്വയിലൊരു മാളിക കിട്ട നിനക്കായി ഞാൻ തിരികെ വരുമോ നീ ഇന്നരികെ അലയുവാൻ ഇനിയും ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ ഓർക്കുന്നു വഴിയരികിൽ മഴ തോരും നേരത്താൻ മിഴ നിറഞ്ഞരികെ നിന്നു മുറിവേറ്റ് ശലഭം നീ നിറം നേരാൻ ഞാനരികെ തുണയേകാൻ ഞാനരികെ ഇന്നു ഞാൻ അകലെ പരലോകൻ കാണാൻ നീങ്ങുന്നി കരയാൻ വയ്യ നിന്നെ പിരിയാൻ വയ്യ വിധിയില്ല വരനായി അകലുന്നു ഞാൻ പാക്കാമായ ലോകത്ത് കനവെല്ലാം കനിയും ലോകത്ത് കഴിയാം നനയാം വാഴാം നിൻ വധുവാൻ ജുപ്പിറ്റർ മഴ നനയ ചന്ദ്രനെ നോക്കി ചൊവ്വയിലൊരു മാളിക കെട്ട നിനക്കായി ഞാൻ തിരികെ വരുമോ നീ എന്നരികെ അണയുവാൻ ഇനിയും ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ ഓർക്കുന്ന ആയാമം മരണത്തിന് പാതയിലായി വഴിനീളയും എന്നിൽ പ്രാണനായി നീ നിറം നേരാൻ നീ അരികെ തുണയേകാൻ നീ അരികെ ഇന്നോ ഞാൻ തനിയെ ആ വഴിയരികിൽ ഞാൻ നിന്നെ തേടുന്നു കരയാൻ വയ്യ നിന്നെ പിരിയാൻ വയ്യ വിധിയില്ല വരനായി അകലുന്നു ഞാൻ പാക്കാമായ ലോകത്ത് കനിമില്ല കനിയും ലോകത്ത് കനിയാം നനയാം മധുചന്ദ്രിക വധുവായും ജുപ്പിറ്റർ മഴ നനയും ചന്ദ്രനെ നോക്കിയിരിക്കും ചൊവ്വയിലൊരു മാളിക കിട്ട നിനക്കായി ഞാൻ തിരികെ വരുമോ നീ എന്നരികെ അണയുവാൻ ഇനിയും ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ പാകാമായ ലോകത്ത് കനവെല്ലാം കനിയും ലോകത്ത് കഴിയാം നനയാം വാഴാം നിൻ വധുവം ജുപ്പിറ്റർ മഴ നനയും ചന്ദ്രനെയും നോക്കിയിരിക്കാം ചൊവ്വയിലൊരു മാളിക കെട്ട നിനക്കായി ഞാൻ തിരികെ വരുമോ നീ എന്നരികെ അലയുവാൻ ഇനിയും ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ. താങ്ക് യു. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. റെജി ജോർജ് രചിച്ച പൂമരവും കാട്ടുവള്ളിയും എന്ന കുട്ടിക്കഥ നമുക്കായി അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ഹേമ ടീച്ചറാണ്. ആ കഥ നമുക്ക് കേൾക്കാം. നോക്കൂ കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടാലോ? പൂമരവും കാട്ടുവള്ളിയും. അതൊരു വലിയ പൂമരമായിരുന്നു.
ആ മരത്തിന് ഏറ്റവും ഭംഗിയുള്ളൊരു ശാഖയുണ്ടായിരുന്നു. അത് നിറയെ ഇലച്ചാർത്തുകളും പൂക്കളും നിറഞ്ഞ് മനോഹരമായിരുന്നു. അത് ഒരു പൂമരമാണ് എന്നറിയുന്നത് തന്നെ ആ ചില്ലയിൽ നിറഞ്ഞു വിരിഞ്ഞു നിൽക്കുന്ന മനോഹരവും മണമുള്ളതുമായ പൂക്കൾ തന്നെയാണ്. പൂങ്കുരുവികളും ചിത്രശലഭങ്ങളും ആവേശത്തോടെ അതിനു ചുറ്റും നൃത്തം വയ്ക്കുക പതിവാണ്. ആ വലിയ മരത്തിൻ്റെ തടിയുടെ ഒരു ഭാഗവും അവിടുള്ള ശാഖകളും കുറച്ചു നാൾ മുൻപ് നടന്ന ഇടിവെട്ടിൽ കരിഞ്ഞു പോയിരുന്നു. എന്നാൽ സൂര്യനെ കണികണ്ണുണരുന്ന കിഴക്കു ഭാഗത്തെ ചില്ലയ്ക്ക് മാത്രം ഒന്നും സംഭവിച്ചില്ല. എങ്കിലും പൂമരത്തിന് വലിയ അഹങ്കാരം ഉണ്ടായിരുന്നു. അത് തൻ്റെ വേരുകളുടെ സഹായത്താൽ വെള്ളവും വളവും വലിച്ചെടുത്തുകൊണ്ട് തഴച്ചു വളർന്നു. ഒരിക്കൽ തൊട്ടടുത്ത് നിന്ന വയസ്സൻ പ്ലാവ് മരത്തിൽ ഒരു കാട്ടുവള്ളി ചുറ്റിപ്പടരാൻ തുടങ്ങി. പൂമരം പ്ലാവിനോട് പറഞ്ഞു, നോക്കൂ സുഹൃത്തെ, നിന്നിലേക്കൊരു കാട്ടുവള്ളി ചുറ്റിപ്പടർന്ന് വളരാൻ തുടങ്ങിയിരിക്കുന്നു. അത് നിന്നെ നശിപ്പിക്കും. വലിയ ചന്തമൊന്നുമില്ലെങ്കിലും കരുത്തനായ ആ മരം വെറുതെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ സഹോദര, ഞാൻ ഇലകളും പൂക്കളും കുറവുള്ള ഒരു പാവം മരമാണ്. എൻ്റെ ശക്തിക്കനുസരിച്ചുള്ള ഇലകളോ പൂക്കളോ ഒന്നും എന്നിലില്ല. ഈ വള്ളിച്ചെടി എന്നിൽ പടരുമ്പോൾ അതിൻ്റെ ഭംഗിയിൽ ഞാനിങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കും. എന്നിലൂടെ മറ്റൊരാൾക്ക് വളരാനും ഒരു ജീവിതം കൊടുക്കാനും കഴിയുന്നത് എൻ്റെ ഭാഗ്യമല്ലേ? മരം നിർത്തിയപ്പോൾ ശാഖ പുച്ഛത്തോടെ മരത്തിന് നോക്കി പറഞ്ഞു, നോക്കൂ, ഈ വള്ളിച്ചെടി മൂലം നീ നശിക്കാൻ പോകുന്നു. എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. നീ നിന്റെ ജീവിതം സുരക്ഷിതമാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പൂമരം ആർത്തു ചിരിച്ചു. കാലങ്ങൾ കഴിയവേ പൂമരത്തിൻ്റെ ഇടിവെട്ടേറ്റ ഭാഗം കാറ്റും മഴയും കൊണ്ട് ദ്രവിച്ചു തുടങ്ങി. മാത്രമല്ല, ചിതല് തിന്ന് ബലക്ഷയവും തുടങ്ങി. മറുവശം പച്ചപ്പോടെ നിലനിന്നു. പൂമരത്തിൻ്റെ അടുത്ത് നിന്നിരുന്ന വയസ്സൻ പ്ലാവ് മരത്തിൽ അപ്പോഴും കാട്ടുവള്ളി ചുറ്റി പടർന്ന് അതിനെ മൂടിയിരുന്നു. അതിൻ്റെ ചില വള്ളികൾ പൂമരത്തിലേക്കും പടർന്നു. പൂമരം എത്ര കുടഞ്ഞെറിഞ്ഞിട്ടും കാട്ടുവള്ളി പൂമരത്തിൽ പടർന്നു കയറി. പൂമരം നിസ്സഹായതയോടെ പ്ലാവിനെ നോക്കി. പ്ലാവ് നിർനിമേഷനായി നിന്നു. കാട്ടുവള്ളിയുടെ ഭാരം പൂമരത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ശിരസുയർത്തി നിന്നിരുന്ന പൂമരം മെല്ലെ തല താഴ്ത്തേണ്ടി വന്നു. മഴക്കാലം വന്നു. ചെറുമഴയിൽ തുടങ്ങിയ മഴ പെരുമഴയായി മാറിക്കൊണ്ടിരുന്നു. മണ്ണ് കുതിർന്നു. പ്രകൃതി കുളിരണിഞ്ഞു. സസ്യങ്ങൾ നനഞ്ഞു. ഇലച്ചാർത്തുകളിലെ വെള്ളത്തിൻ്റെ ഭാരം താങ്ങാൻ കഴിയാതെ പൂമരം വിറച്ചു. അതിൻ്റെ ചിതൽ കാർന്നു തിന്ന ഭാഗം വെള്ളത്തിൽ ഒലിച്ചുപോയി. ബലക്ഷയത്താൽ കാറ്റിൽ പൂമരം ആടിയുലഞ്ഞു. അത് ദയനീയമായി പ്ലാവിനെ നോക്കി. പ്ലാവ് ഒരനക്കവുമില്ലാതെ കരുത്തോടെ നിൽക്കുന്നു. അപ്പോൾ കാറ്റിന് വേഗത കൂടി. അതിനോടൊപ്പം മഴയും കനത്തു. കാറ്റിൽപ്പെട്ട് കാട്ടുവള്ളിയുടെ ഭാരം താങ്ങാനാവാതെ പൂമരം വലിയ ഒച്ചയോടെ നിലം പതിച്ചു. ആ ദയനീയ കാഴ്ച കാണുവാൻ കഴിയാതെ പ്ലാവ് മുഖം തിരിച്ചു. തൻ്റെ ബലഹീനതയിലും അഹങ്കാരിയായ പൂമരത്തെയോർത്ത് പ്ലാവ് നിശബ്ദനായി. മക്കളെ, നമ്മൾ ഓരോരുത്തരും വളരണം. എന്നാൽ ഒപ്പം നമുക്ക് ചുറ്റുമുള്ളവർക്ക് വളരാൻ ഒരു താങ്ങ് കൊടുക്കുകയും ചെയ്യണം. അത് നമ്മെ വളർത്തും, ഒപ്പം മറ്റുള്ളവരെയും. കഥയുടെ സന്ദേശമായി ഈ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ഹെമി ടീച്ചർ. കുട്ടികളുടെ പ്രിയങ്കരനായ ചാച്ചാജിയുടെ ജീവിതത്തിലെ രസകരമായ ഒരു കാര്യവുമായി എത്തുന്നു ഒലീവിയ. നെഹ്റുവിൻ്റെ കോട്ടിലെ റോസാപ്പൂവിൻ്റെ കഥ. കോട്ടിൻ്റെ പൂക്കറ്റിൽ ചുവന്ന റോസാപ്പൂവ് കുത്തിയ നെഹ്റുവിനെ എല്ലാവർക്കും അറിയാം. എന്നാൽ പതിവായി പോക്കറ്റിൽ അദ്ദേഹം പൂ കുത്തുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്.
നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ശേഷം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ഒരു ദരിദ്രയായ സ്ത്രീ എത്തി. അവർക്ക് തൻ്റെ പക്കലുണ്ടായിരുന്ന പൂവ് പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കണമായിരുന്നു. എന്നാൽ ഗേറ്റിൽ കാവൽ നിന്നിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരെ അകത്തേക്ക് കയറ്റിവിട്ടില്ല. യുവതി ഉദ്യോഗസ്ഥരോട് താണപേക്ഷിച്ചെങ്കിലും അവർ കൂട്ടാക്കിയില്ല. ഗേറ്റിലെ സംഭവങ്ങൾ നെഹ്റു വീട്ടിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്ന നെഹ്റു അവരെ അകത്തേക്ക് കയറ്റിവിടാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. അവർ കൊണ്ടുവന്ന പൂവ് അദ്ദേഹം സ്വീകരിക്കുകയും പോക്കറ്റിൽ കുത്തുകയും ചെയ്തു. അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയ നെഹ്റുവിൻ്റെ പോക്കറ്റിൽ പൂ കണ്ട അദ്ദേഹത്തിൻ്റെ തോട്ടക്കാരൻ ചുവന്ന റോസാപ്പൂവ് നെഹ്റുവിനെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കുകയും പിന്നീട് എല്ലാ ദിവസവും അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പതിവായി അദ്ദേഹത്തിന് ഒരു പൂ സമ്മാനിക്കുകയും തുടങ്ങി. മരിക്കുന്നതുവരെ അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ പൂ കുത്തുക പതിവായിരുന്നു. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കാതുകൾക്ക് ഇമ്പമേകുന്ന ഒരു നല്ല പാട്ടുമായി എവ്ലിൻ എത്തുന്നു. ഹായ്, ഞാൻ എലിൻ റോസ് റോബിൻ. അങ്ങുവാനക്കോണിന് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. ഇന്നു നീലത്തൊഴുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ, ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലഞ്ഞു കയറി തൊഴുത്തിൽ അങ്ങ പതുങ്ങിയല്ലോ. താഴെ കൊളുത്തുള്ളൂരാ ചെലഞ്ചും വെറ്റില ചെല്ലത്തിന്, ഭൂമിയെ പാടി മൂടും അത്രയും വെറ്റില ഇട്ട് വെക്കാം കുഞ്ഞിളം ഭാവി. കഥ കേട്ട് മെല്ലെ മെഴിപ്പൂട്ടിൽ മാറിൽ ചൂടിൽ ഉറങ്ങ ഉറങ്ങ നീ പൊന്നെ, കളിയാടി ഓമൽ ചിരിയോടെ കൊഞ്ചേ, കളിയാടി വളര് വളര്. നീ നടന്നു പോകുമാ നീണ്ട നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെയായി നീ. എതിരെ നിന്നതേരുമേ താനെ അങ്ങു നീക്കുവാൻ ചാരുതേ ചകറ്റുമേ നീർപ്പരപ്പുകൾ. തൊട്ടു തരോടിക്കൊണ്ട് കാറ്റിലെ നമ്പരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ വിറ്റെല്ലാം തെറ്റായി കാട്ടിത്തരും. നീ മൂടുന്നകത്തെടുക്കാൻ നീയെന്നും തെളിഞ്ഞു വരും. നീ എന്നതെടുത്ത് മണ്ടൂര് കാടാക്കി മാറ്റിത്തരും കുഞ്ഞിടം ഭാവേ. കഥ കേട്ട് മെല്ലെ മെഴിപ്പൂട്ടിൽ മാറിൽ ചൂടിൽ ഉറങ്ങ ഉറങ്ങ നീ പൊന്നെ, കളയാടി ഓമൽ ചിരിയോടെ കൊഞ്ചേ, തായാടി
വളര് വളര്. നാവിൽ കൊതിയൂർന്ന ഒരു വിഭവത്തിന്റെ റെസിപ്പി നമ്മളുമായി പങ്കുവയ്ക്കാൻ ആദിത്യ അനൂപ് എത്തുന്നു. പേര് ആദിത്യ അനൂപ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മീൻ കറിയുടെ റെസിപ്പിയാണ്. മീൻ കഴുകി വൃത്തിയായി വയ്ക്കുക. ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടുക. കുറച്ച് ഉലുവയും ഇടുക. വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് ഇളക്കി പിന്നെ പച്ചമുളക് കീറിയിടുക. ചെറിയുള്ളിയും വാടിക്കഴിയുമ്പോൾ മുളകുപൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കുക. പൊടിയുടെ പച്ചമണം മാറുമ്പോൾ കുടംപുളി പാകത്തിന് വെള്ളവും ഒഴിച്ച് തിളപ്പിക്കുക. ഉപ്പും ചേർക്കുക. കറിവേപ്പിലയും ഇടുക. മീൻ അതിലേക്കിടുക. പാകത്തിന് വെള്ളം വറ്റുമ്പോൾ ഇറക്കി വയ്ക്കുക. നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. അങ്കിത ലക്ഷ്മി അവതരിപ്പിക്കുന്ന മനോഹരമായ ഒരു കഥ. ഹായ് കൂട്ടുകാരെ, നമ്മൾക്കിന്നൊരു കഥ കേൾക്കാം. ഞങ്ങളുടെ ടീച്ചറമ്മ. ഒരിടത്തൊരിടത്ത് മഞ്ചാടിക്കുന്നൊരു കൊച്ചു നാടുണ്ട്. അതാണ് എൻ്റെ നാട്. എൻ്റെ പേര് അമ്മു. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ ഗ്രാമത്തിലെ ഒരു LP സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. എനിക്ക് സ്കൂളിൽ പോകാൻ വളരെ ഇഷ്ടമാണ്. ഇന്ന് ഞാൻ സ്കൂളിലേക്ക് പോയപ്പോൾ ക്ലാസ്സിൽ നിറയെ നിശബ്ദത. കാരണം എന്താണെന്നറിയാമോ? ഇന്ന് ഞങ്ങളുടെ 4ാം ക്ലാസ്സിലെ അവസാന ദിവസമാണ്. പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം. ഒരു സങ്കടമുണ്ട്. കാരണം ഞങ്ങളുടെ ലിസ്റ്റ് ടീച്ചറെ വിട്ടുപിരിയുന്നു. എനിക്ക് ഏറെ ഇഷ്ടമാണ് ലിസ്റ്റ് ടീച്ചറെ. കാരണം ഞങ്ങളുടെ കൂടെ പഠിക്കാനും കളിക്കാനും എല്ലാത്തിനും കൂടെ നിൽക്കുന്നത് ഞങ്ങളുടെ ലിസ്റ്റ് ടീച്ചറാണ്. ഞങ്ങളുടെ ഓരോ കഴിവുകളും പുറത്തു കൊണ്ടുവരുന്നതും ലിസ്റ്റ് ടീച്ചറാണ്. ഇന്ന് ടീച്ചർക്ക് വേണ്ടി ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഒരു സമ്മാനം കൊടുത്തു. ടീച്ചർക്ക് വളരെ സന്തോഷമായി. ടീച്ചർ അത് കണ്ട് കണ്ണു നിറഞ്ഞു. ഞങ്ങൾക്കും അതുപോലെ വിഷമമുണ്ടായിരുന്നു. കാര്യം 4ാം ക്ലാസ് വിട്ടു. ഇനി നഗരത്തിലെ സ്കൂളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ലെസി ടീച്ചറെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ ടീച്ചറും ഞങ്ങളും കൂടി ഒത്തിരി നേരം സംസാരിച്ചു. ടീച്ചർ ഞങ്ങൾക്ക് മിഠായിയൊക്കെ തന്നു. എല്ലാവരും നന്നായി പഠിക്കണം കേട്ടോ. ടീച്ചറെ കാണാൻ മക്കൾ ഇടക്ക് വരണമെന്നും പറഞ്ഞു. ടീച്ചറോട് യാത്ര പറഞ്ഞ് ഇന്ന് സ്കൂളിൽ നിന്ന് പോരുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞങ്ങളുടെ ലെസി ടീച്ചർ ഞങ്ങൾക്ക് വെറും ഒരു ടീച്ചർ മാത്രമായിരുന്നില്ല, ഞങ്ങളുടെ സ്നേഹതിയായ അമ്മ കൂടിയായിരുന്നു. അതെ, ഞങ്ങളുടെ ടീച്ചർ അമ്മ. നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. പി. മധുസൂദനൻ നായരുടെ പുരുഷമേധം എന്ന കവിത നമുക്ക് വേണ്ടി ചൊല്ലുന്നത് ആരാധ്യ അനൂപ്. ഞാൻ ആരാധ്യ അനൂപ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് പി. മധുസൂദനൻ നായരുടെ പുരുഷമേധം എന്ന കവിതയിലെ ഏതാനും വരികളാണ്. ഹൃദിവരം തന്ന ജന്മമേ നിന്നോടീ മലിനദേഹം ഇരന്നതേയില്ല ഞാൻ. നരകഗാഥയിൽ എന്നെ ആർത്തസ്വര കണികയായി കൊരുത്തിട്ടതെന്തു നീ. അരുണജീവനുടച്ചെറിഞ്ഞെന്നിലെ തരുണരക്തം പുളിപ്പിച്ചതെന്തു നീ. കുടലുവറ്റിയ ബാല്യവും തീക്ഷ്ണമാം കടലുനക്കും ഹരിത കൗമാരവും ഉടലിൽ വാഴും പുരാതനമഗ്നിയും ഉരലിലിട്ട് ചതയ്ക്കുന്നതെന്തു നീ. ചിതൽ കരണ്ട കുലപ്രതാപത്തിലൻ ജനനി തന്മനം വീണു പൊട്ടുന്നതും. ചിതൽ കരണ്ട കുലപ്രതാപത്തിലൻ ജനനി തന്മനം വീണു പൊട്ടുന്നതും. മുറിവിലെ ചോര തൊട്ട്
കുലീനമാം കുറിയണിഞ്ഞച്ഛനൂരു ചുറ്റുന്നതും വറുതി തുള്ളി അഴിച്ച കളത്തിൽ ഞാൻ വയറുഴിഞ്ഞ് വിശപ്പു മാറ്റുന്നതും ഒരു നറുന്നണ്ടി വേരിനായി പട്ടിണിക്കുഴികളിൽ നിലം പറ്റ ഇഴഞ്ഞിഴഞ്ഞ് അയലിടങ്ങളിലൂറും മണങ്ങളിൽ മനമിഴച്ചു മടങ്ങിയെത്തുന്നതും പറകയാണ് ഇതിഹാസങ്ങളോതുമാ പഴയ സൂതൻ്റെ പിന്മുറപ്പാട്ടുകാർ. കഥയിലെ കരുണം കൊണ്ടു മീലിതം ബലിസദസ്സിൽ പുരോഹിതലോചനം അകമലിഞ്ഞ് എന്നെ വന്നു തൊടുന്നിതോ അരികിൽ വേവും ഉരുക്കുനേയിൻ മണം. രസന ബന്ധിച്ചു തീയൊഴിഞ്ഞ് എപ്പോഴേ വിശ്വസനത്തിനൊരുക്കിയതേനു ഞാൻ. രസന ബന്ധിച്ചു തീയൊഴിഞ്ഞ് എപ്പോഴേ വിശ്വസനത്തിനൊരുക്കിയതേനു ഞാൻ. എവിടെയുണ്ടൊരു ദേവനിന്നെൻ്റെ ഈ അഴലിനെ കനലാഴിയിൽ തള്ളുവാൻ. അനുജനെ താങ്ങി മെയ്യണച്ച് അമ്മ തന്നുറവു നിർത്താതെ ഊട്ടവേ. അനുജനെ താങ്ങി മെയ്യണച്ച് അമ്മ തന്നുറവു നിർത്താതെ ഊട്ടവേ. ജ്യേഷ്ഠനെ മധുരമെല്ലാം ഒഴിച്ചും പുതപ്പിച്ചും അരുമയോടച്ഛനാകാശമെണ്ണവേ. ഇടയിൽ ഈ മകൻ അച്ഛനും അമ്മയും സിരയിലുള്ളവൻ. ഇടയിൽ ഈ മകൻ അച്ഛനും അമ്മയും സിരയിലുള്ളവൻ. അക്ഷരപാരായണയ്ക്ക് അരികു പൊട്ടിയ മൺചട്ടി വേദനക്കനലിൽ മുക്കി കുടിച്ചു വളർന്നവൻ. അരികു പൊട്ടിയ മൺചട്ടി വേദനക്കനലിൽ മുക്കി കുടിച്ചു വളർന്നവൻ. സെൻറ്റ് ഫിലോമിനാസ് HHS കൂനമ്മാവ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് 5Cയിൽ നിന്നും ഹെമി ടീച്ചർ. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വടക്കൻ പറവൂർ വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം മഴവിൽ 2025 നവംബർ 4, 5, 6, 7 തീയതികളിൽ സെൻറ്റ് ഫിലോമിനാസ് HHS കൂനമ്മാവിൽ വച്ച് നടന്നു. ബാല്യകൗമാരങ്ങളുടെ സർഗവാസനകളുടെയും മാറ്റുരച്ച പോരാട്ടം കലയുടെയും സംസ്കാരത്തിൻ്റെയും ലോകത്തേക്ക് കുട്ടികളെ ആകർഷിക്കുവാൻ ഉതകുന്ന അവസരമായിരുന്നു. കൂട്ടായ്മ കൊണ്ടും പങ്കാളിത്തം കൊണ്ടും രാപ്പകൽ വിശ്രമമില്ലാതെ അധ്വാനം കൊണ്ടും ഏറെ മികവുറ്റതാക്കിയ കലോത്സവം കലയെ സംസ്കാരമാക്കി മാറ്റിയ സംഘാടകരുടെയും മത്സരാർത്ഥികളുടെയും അക്ഷീണമായ പ്രയത്നം കൊണ്ട് ശ്രദ്ധേയമായി. ഈ അവസരത്തിൽ സംഘാടക സമിതി ചെയർമാൻ കോട്ടുവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KS ഷാജി, ജനറൽ കൺവീനർ ഡോക്ടർ ഡീൻ റോയ്, പ്രിൻസിപ്പൽ സെൻറ്റ് ഫിലോമിനാസ് HHS കൂനമ്മാവ്, ജോയിൻറ്റ് കൺവീനർ ശ്രീമതി മിനി ഏലിയാസ്, ഹെഡ് മിസ്ട്രസ് സെൻറ്റ് ഫിലോമിനാസ് HHS കൂനമ്മാവ്, ട്രഷറർ ശ്രീമതി നിഖില ശശി, ഉപജില്ലാ ഓഫീസർ, സംഘാടക സമിതി അംഗങ്ങൾ, പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ്, വിവിധ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. നിരവധി സ്കൂളുകൾ മാറ്റുരച്ച ഉപജില്ലാ കലോത്സവത്തിൽ ജനറൽ വിഭാഗത്തിൽ സെൻറ്റ് ഫിലോമിനാസ് HHS കൂനമ്മാവ് 5ാം സ്ഥാനവും, സംസ്കൃത കലോത്സവത്തിൽ സെൻറ്റ് ഫിലോമിനാസ് HHS 4ാം സ്ഥാനവും കരസ്ഥമാക്കി. ഉപജില്ലാ സ്പോർട്സ് ഇവൻറ്റ്സിൽ റണ്ണറപ്പ് സ്ഥാനം, ഉപജില്ലാ വിഭാഗത്തിൽ നടന്ന സയൻസ്, സോഷ്യൽ, മാത്സ്, വർക്ക് എക്സ്പീരിയൻസ് ഫെയറിൽ നിർണായകമായ നേട്ടങ്ങൾ കൊയ്തുകൊണ്ട് സെൻറ്റ് ഫിലോമിനാസ് HHS തങ്ങളുടെ ജൈത്രയാത്ര തുടരുന്നു. ഈ ഉപജില്ലാ കലോത്സവത്തിൽ സ്കൂളിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയ നിരവധി പ്രതിഭകൾക്ക് അഭിനന്ദനങ്ങൾ. ഏറ്റവും പുതിയ സ്പോർട് ന്യൂസ്. മഹാരാജാസ് കോളേജിൽ വെച്ച് നടത്തിയ ഹോക്കി ടൂർണമെൻറ്റ്
സെൻറ്റ് ഫിലോമിനാസ് HHS കൂനമ്മാവ് ഗേൾസ് ഹോക്കി ടീം വിന്നേഴ്സായി. ഫോർത്ത് വേവ് ഫൗണ്ടേഷൻ നടത്തിയ വേണ്ട കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് പ്രാഥമിക റൗണ്ട് വനിതാ ഫുട്ബോൾ ടീം വിജയിച്ചു. പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരുടെയും ജീവിതം ചെറുതാണ്. അതിനെ വലുതാക്കുന്നതും മനോഹരമാക്കുന്നതും നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ചിന്തകൾ എപ്പോഴും പുതുമയുള്ളതും നന്മയുള്ളതും ആയിരിക്കണം. നമ്മുടെ ചിന്തയുടെ പരിണിത ഫലമാണ് നാം. മനസ്സാണ് എല്ലാം. നാം എന്ത് വിചാരിക്കുന്നുവോ അതായിത്തീരുന്നു എന്ന ബുദ്ധവചനം ഓർക്കാം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ 5C കൂട്ടുകാർ സൈൻ ഓഫ് ഫ്രം റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ